ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിത് ഈ നൈറ്റിൽ പോകുന്നത് ഖസർ അൽ ഹൊസനിലെ ഫെസ്റ്റിവൽ കാണാനാണ്. ഖസർ അൽ ഹൊസൻ എന്ന് പറയുന്നത് നമ്മുടെ അബുദാബിയിലെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. സിറ്റിയുടെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് നമുക്ക് അത്ഭുതം തന്നെയാണ് കേട്ടോ. അവരുടെ കൾച്ചറും ട്രഡീഷണൽ രീതിയുമൊക്കെ പബ്ലിക്കിന് മുന്നിൽ അവർ കാണിച്ചു തരുന്നതാണ് ഈ ഖസർ അൽ ഹൊസൻ ഫെസ്റ്റിവൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇതൊരു 11 days നീളുന്ന ഒരു ഉത്സവമാണ്. ഉത്സവം എന്നൊക്കെ പറയാം കേട്ടോ. അവരുടെ ഒരു ഫെസ്റ്റിവലാണ് ഇത്, എമറാത്തി ഫെസ്റ്റിവൽ. അപ്പോൾ ഇത് അബുദാബി സിറ്റിയിലാണ്, നമുക്ക് ഈസിലി അക്സസിബിൾ ആണ്. കാറും പബ്ലിക് ബസ്സും ഒക്കെ ഉണ്ട്. ഇതിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ്സ് എടുക്കണം. അഡൽട്ട്സിന് 35 ദിർഹം, ചിൽഡ്രൻസ് ബിലോ 5 year ഫ്രീ എൻട്രി ആണ്. അപ്പം ഞങ്ങളിത് ടിക്കറ്റൊക്കെ വാങ്ങി. അവിടെ സെക്യൂരിറ്റീസ് നിൽപ്പുണ്ട്, അവരെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. അപ്പോൾ അവർ നമുക്ക് കയ്യിൽ ബാൻഡൊക്കെ ഇട്ട് തരുവേ. പിന്നെ കുട്ടികൾക്കുള്ള ബാൻഡിൽ അവർ നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ ഫോൺ നമ്പർ കൂടി എഴുതിയിട്ടാണ് ഇടുക. കുഞ്ഞുങ്ങളെ കാണാതെ പോയി കഴിഞ്ഞാൽ അവർ പേരൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലൊരു ട്രിക്കായിട്ട് എനിക്ക് തോന്നി. പെർഫ്യൂം ഷോപ്പിലൊക്കെ കയറത്തില്ലേ, അതുപോലത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ. ഇതൊരു ഓപ്പൺ ഗ്രൗണ്ടിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ദേ ഇവരുടെ ഫാമിൽ നിന്നുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ്, പ്ലാന്റ്സ് ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർ സെല് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഒക്കെ അവരുടെ ട്രഡീഷണൽ രീതിയിലാണ് കേട്ടോ അവർ വെച്ചേക്കുന്നത്. ഇത് കുറച്ച് ഹണിയാണ്. ഇങ്ങനത്തെ ഹണിയുടെ സ്റ്റോറുകൾ ഇവിടെ പല സ്ഥലത്ത് അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവർ ഹണിയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. പിന്നെ ഇവിടെ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇവരുടെ കൾച്ചറൽ ഫുഡ് ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഹണിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹണിയുടെ ടേസ്റ്റ് ഒന്നുമല്ല, ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. ചിലപ്പോൾ ഇതായിരിക്കും ഒറിജിനൽ ഹണി. പോയത് ഇവരുടെ ട്രഡീഷണൽ കിച്ചണിലേക്കാണ് കേട്ടോ. ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ഒരുപാടുണ്ട് ഇവരിവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മുട്ട ദോശ എന്ന് പറയില്ല, പക്ഷേ ഇവർ വേറെ എന്തോ പേരാ പറയുന്നത്. അതേപോലത്തെ ദോശയിൽ മുട്ടയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ വേറെ എന്തോ ഒരു ഉണ്ണിയപ്പം പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. ഞങ്ങളപ്പോൾ അതൊരെണ്ണം വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പം ഈ ഹണിയിലൊക്കെ മുക്കിയിട്ട് കഴിക്കില്ലേ, അതുപോലെ ഉണ്ടാവും. ഇവരുടെ ഒരു ട്രഡീഷണൽ സ്വീറ്റാണെന്ന് അവർ പറയണേ. നമ്മുടെ അറബിക് ട്രഡീഷണൽ സ്വീറ്റ് ചൂടുണ്ടേ. അതിന്റെ പേരെന്തുവാ? ആ തുടക്കത്തിൽ ഫോട്ടോ എടുത്താൽ മതി. ഖസർ അൽ ഹൊസനിൽ തന്നെയാണ് നമ്മുടെ ചിൽഡ്രൻസ് ലൈബ്രറി വരുന്നത്. ഇൻസൈഡിലാണ്. ഇതൊരു കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണ് അവരവിടെ ചിൽഡ്രൻസ് ലൈബ്രറി നടത്തുന്നത്. ആ ഒരു ഗ്രൗണ്ടാണ് ഇതെന്ന് പറഞ്ഞൊരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ അബുദാബിയിലുള്ളവർക്ക് അറിയാമായിരിക്കും, ഇവിടെ വന്നിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. അവിടെയാണ് അവർ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇവരുടെ ഫെസ്റ്റിവൽ 11 days ഉള്ളൂ. അപ്പോൾ ഫിനിഷ് ആകാൻ പോവാണ്. February 9th വരെ ഉള്ളൂ. January 25th സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവരുടെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് മാത്രമല്ല, ട്രഡീഷണൽ കൾച്ചറൽ പ്രോഗ്രാംസ് ഇവർ നടത്താറുണ്ട്. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേകതരം വൈബാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ. ഇതിവിടെ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു.
ഇവിടെ വേറൊരു സൈഡിൽ ഇവരുടെ ട്രഡീഷണൽ ഡാൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഇതേപോലത്തെ ഒരു ഡാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ചില അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ മുടിയൊക്കെ അയച്ചിട്ട് ഡാൻസ് കാണാറില്ല, അതേപോലത്തെ ഒരു ട്രഡീഷണൽ ഡാൻസ് ആണ്. ഫെസ്റ്റിവൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അറബിക് കൺട്രീസിൻ്റെ ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു പണ്ടത്തെ ലാൻഡ് റോവറൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ, പല സൈഡിലായിട്ട്. ചകിരിന്ന് കയറുണ്ടാക്കുന്ന പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അതേ സംവിധാനം തന്നെ. പിന്നെ പണ്ടത്തെ ഫാം ഹൗസ്, അതിന് വേണ്ടിയിട്ട് കുറേ ഷീപ്പും ഗോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ചെമ്മരിയാടുണ്ട് ആ സൈഡിലായിട്ട്, കാണിച്ചു തരാവേ. സൈഡിലായിട്ട് അവർ കുട്ടികളെ കൊണ്ട് ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവർ ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് ആർക്കെങ്കിലും ചെന്നിരിക്കാം, അവർ പഠിപ്പിച്ച് തരും കേട്ടോ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഇതൊക്കെയായിരുന്നു അവരുടെ ട്രഡീഷണൽ കാലത്തെ പരിപാടികളൊക്കെ. പിന്നെ അന്നത്തെ കാലത്തെ ഓർണമെൻറ്റ്സ്, അത് ചാക്കിലാണ് അവരത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അത് അന്നത്തെ കാലത്ത് അങ്ങനെയാണ് അവർ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ആ ചാക്കിൽ അവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും പുരാതനമായ ഒരു ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്, ആ നടുവിൽ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും, അതിനും പാസ് ഉണ്ട്. അതിന് 100 ദിർഹംസ് ആണ് പാസ് വരുന്നത്. പിന്നെ ഔട്ട് സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മണ്ണിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ചെളിയിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകം സാൻഡ് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അവർക്കത് കളിക്കാൻ വേണ്ടിയിട്ട്. വേറൊരു ലാൻഡ് റോവർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇവർ മണ്ണിൽ തീക്കനലിട്ടിട്ട് ആ ചൂട് കൊണ്ട് ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് എന്തോ മ്യൂസിക്കൊക്കെ ഉണ്ട് അവരുടെ രീതിയിലുള്ളത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കറക്റ്റായിട്ട്, അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഡോഗ് ഷോ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് അറേബ്യൻ സലൂക്ക് എന്ന് പറയുന്ന ആ ഇനത്തിൽപ്പെട്ട പട്ടികളാണിത്. ഡോഗ് ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവരുടെയൊക്കെ ഒന്ന് പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷേ നമ്മൾ ചെന്നപ്പോൾ അതൊന്നും ഉണ്ടായില്ല. കയ്യിൽ വെച്ചെടുത്തിട്ട് അവൾക്ക് പേടിയാണ് അത് കണ്ടിട്ട്, അത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ ഇവിടെ. നമ്മൾ ആക്ച്വലി ഇതിനൊക്കെ റേറ്റ് കൊടുത്ത് നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ ചെയ്യുന്നതാണ്, പക്ഷേ ഇവിടെ ഇതൊക്കെ ഫ്രീ ആണ്. അതുകൊണ്ട് 35 ദിർഹംസിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് ശരിക്കും വേർത്താണ്. ഇനി 2 days കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നൊന്ന് കാണുക. അപ്പോൾ വീക്കെൻഡൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി കേട്ടോ. يا بالشباب الباني بادر والقلب مجهول وخلد الترهاني لما وراهم. അറബിക് സംഗീത കച്ചേരിയാണ് കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ലതായിരുന്നു. അവിടെയും പാട്ടൊക്കെ നടക്കുകയാണ്. ഇങ്ങനെ ഇതിൻ്റെ പല സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പല പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? അലൈൻ സൂവിൻ്റെ ഒരു മിനി വേർഷൻ അല്ലൊരു ചെറിയൊരു സാമ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നത് മൂങ്ങയാണ്, പിന്നെ പുറകിലുള്ളത് കഴുകനാണ് കേട്ടോ. പിന്നെ നമുക്ക് തൊടാം, പക്ഷെ കയ്യിലെടുക്കാൻ പറ്റില്ല. തൊടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരാൾ കിടക്കുന്നത് കണ്ടോ, അതാണ് ഉടുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റാബിറ്റ്സ് ഉണ്ട്. റാബിറ്റ്സിന് നമുക്ക് ഫീഡ് കൊടുക്കാൻ പറ്റും. അതിനുള്ള ഗ്രാസൊക്കെ അവർ നമ്മുടെ തരും. ഇതിനൊന്നും എൻട്രി ഫീ അങ്ങനെ വേറെ മറ്റ് ചാർജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ഈ ഒരു പാർട്ട്. തിരിച്ച് റാബിറ്റിന് പുല്ല് കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. കൂടാണ്ട് ഒരു സ്നേക്ക് ഉണ്ട്. സ്നേക്കിനെ അവർ കയ്യിൽ തരില്ലെന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമുക്കിതിനെ തൊട്ടൊക്കെ നോക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അവരുടെ അലൈൻ സൂവിൻ്റെ ചെറിയൊരു അഡ്വർടൈസ്മെൻ്റാണ് അവരവിടെ കൊടുക്കുന്നത്. പിന്നെ അവരൊരു ഓഫർ വെച്ചിട്ടുണ്ട്. ശരിക്കും അലൈനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സഫാരിക്ക് 1000 ദിർഹമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് 500 ദിർഹമായിട്ട് ഓഫറുണ്ട്. അപ്പോൾ അത് 6 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും പോയാൽ മതി.
എൻജോയ്മെൻ്റ് ആണ്. നമ്മുടെ ഈവനിങ് അല്ലെങ്കിൽ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് 4 PM 4 PM to 11 PM വരെയാണ് കേട്ടോ സമയം ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഈ ഫെസ്റ്റിവൽ ഉണ്ട്. ഇനി അടുത്ത വർഷം ഫെസ്റ്റിവൽ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം കൂടി ഉള്ളൂ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്തോളൂ. ഖസർ അൽ ഹുസൈൻ അടിച്ചു കൊടുത്താൽ മതി, നമ്മുടെ ഗൂഗിൾ ലൊക്കേഷനിൽ കറക്റ്റായിട്ട് ഇവിടെ എത്തിക്കോളും കേട്ടോ.